സോ ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മളപ്പോൾ ഉള്ളത് സ്കൈഹോക്ക് വഴി അഡ്മിഷൻ കിട്ടിയ ഗൗതമാണ്. അപ്പോൾ ഹായ് ഗൗതം. അപ്പോൾ ഏതായിരുന്നു കോഴ്സ്? ഞാൻ മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്, മാസ്റ്റേഴ്സ് ഇൻ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്. RWTH. അതെ, RWTH. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ അത് അവിടുത്തെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ജർമ്മൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ ക്വാളിറ്റി ഓഫ് ഹൈ ആണ്. പിന്നെ നമുക്ക് നല്ലൊരു ലിവിങ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം തരുന്ന നല്ലൊരു കൺട്രി ഇപ്പോൾ ജർമ്മനിയാണ്. അതെ, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ നീ ഇത്രയും നല്ലൊരു ഡിഗ്രി എടുക്കാൻ പറ്റിയ കൺട്രി വേറെ ജർമ്മനിയെക്കാട്ടും ബെറ്റർ ആയിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത്. പിന്നെ ഏതായിരുന്നു ബാച്ചിലേഴ്സ് എടുത്തിരുന്നത്? ബാച്ചിലേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെറ്റീരിയൽ സയൻസ്. ഓക്കെ, അപ്പോൾ ഞാനും മെറ്റീരിയൽ സയൻസ് കഴിഞ്ഞ് ജോബ് കിട്ടിയ ഒരാളാണ് ജർമ്മനിയിൽ. അപ്പോൾ ഇനി എന്തായാലും സ്കൈഹോക്കിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? സ്കൈഹോക്കിനെ പറ്റി ഞാൻ അറിഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. അവൻ ഈ സ്കൈഹോക്കിൻ്റെ കൺസൾട്ടൻസി വഴിയാണ് നമ്മൾ അഡ്മിഷൻ പോയത്. അഡ്മിഷൻ കിട്ടിയ അവൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു നമുക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ കറക്റ്റായിട്ട് പോകുന്നതുകൊണ്ട് സ്കൈഹോക്കിനെ പറ്റി നല്ലൊരു അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്തു. അപ്പോൾ ജർമ്മനിയിൽ അഡ്മിഷൻ നോക്കിയപ്പോഴേ ഒരു മെറ്റീരിയൽ സയൻസ് ഫീൽഡിലോട്ട് തന്നെ പോകാനായിരുന്നു ആഗ്രഹം? എനിക്ക് മെറ്റീരിയൽ സയൻസ് കുറച്ച് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെറ്റീരിയൽ സയൻസ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതെ, ഭാഗ്യം. പിന്നെ ബാക്കി ഈ ഒരു ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരു വിസ സ്ലോട്ടൊക്കെ കിട്ടാൻ ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പല സ്റ്റുഡൻസും അങ്ങനെയൊക്കെ സഫർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അക്കോമഡേഷൻ ആയിക്കോട്ടെ അതിന് സഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നത്? ഇല്ല. സ്കൈഹോക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ലൊരു ഫുൾ സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും തുടക്കം മുതലാണ് നമ്മൾ ഇപ്പം APS എടുക്കുന്നതിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. APS നമ്മൾ ആദ്യമേ കാര്യങ്ങളായിരുന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു ഡിസംബർ അവസാനം തന്നെ വിസയ്ക്കുള്ള സ്ലോട്ടൊക്കെ എടുത്തു തന്നു. കാരണം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ എടുത്തു തന്നിരുന്നു. അതുകൊണ്ട് നല്ലൊരു സപ്പോർട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജീവിതത്തിൽ നല്ലതൊക്കെ നടക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.